മഴക്കാല പകർച്ചവ്യാധികൾ തടയുവാൻ മുൻകരുതലുകൾ സ്വീകരിക്കുവാനുള്ള ആരോഗ്യ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് അധികൃതർ അറിയിച്ചു. പകർച്ചവ്യാധികൾ തടയാൻ ആഴ്ചയിലൊന്ന് ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്നും ഡെങ്കിപ്പനി, മലേറിയ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കുവാൻ കൊതുകുകളെ ഉറവിടത്തിൽ തന്നെ നശീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. കാലവർഷം അടുത്തതോടെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാനായി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ഒന്നായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിപ്രസാദ് പറഞ്ഞു. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. നമ്മൾ പലരും ശേഷം വലിച്ചെറിയുന്ന കുപ്പി, ചിരട്ടകൾ, ആ രീതിയിലുള്ള ചെറിയ ചെറിയ ശുദ്ധജലം പിടിച്ചു വെച്ചിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് ഈഡിസ് കൊതുകുകൾ വളരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഡിസ് രോഗം, ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിന് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു മാർഗം എന്നുള്ളത് ഈഡിസ് കൊതുകുകളുടെ വളർച്ച അല്ലെങ്കിൽ പെരുകുന്നത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സോഴ്സ് റിഡക്ഷൻ തന്നെയാണ്. അപ്പോൾ അതിനായി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുകയാണ്. എല്ലാ വീടുകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും, സ്കൂളുകളിലും, ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക. അതുവഴി നമുക്ക് കൊതുകുകളുടെ വലിയ തോതിലുള്ള പ്രജനനം ഒഴിവാക്കാൻ സാധിക്കും, ഡെങ്കിപ്പനിയുടെ പകർച്ച ഒഴിവാക്കാൻ സാധിക്കും. മഴക്കാലം അടുക്കുന്നതോടെ നിരവധി പകർച്ചവ്യാധികളാണ് പടരാൻ സാധ്യതയുള്ളത്. ഡെങ്കിപ്പനി അതിൽ പ്രധാനിയാണ്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന കുപ്പികൾ, ചിരട്ടകൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിക്കിടന്ന കൊതുകുകൾ പെരുകുന്നു. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാൻ കൊതുകുകളുടെ വളർച്ചയെ തടയുക. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആയി ആചരിക്കുക. എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേ ആചരിക്കുക. ഉപയോഗശേഷം പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശ്രമിക്കുക. രോഗലക്ഷണങ്ങൾ വന്നാൽ സ്വയം ചികിത്സ ഒഴിവാക്കുക. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണിച്ച് ചികിത്സ തേടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം മരുന്നുകൾ കഴിക്കുക. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡ് തലത്തിലും RRT പ്രവർത്തിക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഡെങ്കി വ്യാപനം പിടിച്ചു നിർത്തുവാൻ സാധിക്കും. ഇതുകൂടാതെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് അടക്കമുള്ള രോഗാവസ്ഥകളെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. കൊതുകുകൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളും പങ്കാളികളാകണമെന്നും ഡോക്ടർ ഹരിപ്രസാദ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.